സമരപ്രചരണ വാഹനജാഥയ്ക്ക് പെരുമ്പാവൂരിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് MC മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കുക, അനധികൃത ഓൺലൈൻ സർവീസ് തടയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ 24 സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ചുള്ള സമരപ്രചരണ വാഹനജാഥയ്ക്ക് പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി MB ബഷീർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി MT ഷാജി, മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി CV ജിന്ന, CITU ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി KE നൌഷാദ്, വെങ്ങോല മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി MK ശാന്തിനി, വാത്യാസ്ത് സ്റ്റാൻഡിന് വേണ്ടി PI ബീന, DYFക്ക് വേണ്ടി അഷ്കർ PA, വഴിയോര കച്ചവട തൊഴിലാളികളിന് വേണ്ടി KR രാജൻ, CPIM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ലോക്കൽ സെക്രട്ടറി PC ബാബു. CITU ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MC മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന 10,000-കണക്കായ തൊഴിലാളികൾ അവർ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ, സാംസ്കാരിക ജീവിതത്തിൻ്റെ, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നോ അറിയുന്നവരാണ് ഓരോ മലയാളിയും. എന്നാൽ അവർക്ക് ലഭിക്കേണ്ടുന്ന സാമൂഹ്യമായ സംരക്ഷണം, നിയമപരമായ സംരക്ഷണം, അവരുടെ തൊഴിലിൻ്റെ അന്തസ്സും അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണ പദ്ധതികളുമെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ എല്ലാ കാലത്തും ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും ഏറ്റുവാങ്ങിയിട്ടുള്ള വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണോ ചെറിയ നിലയിലെങ്കിലുമുള്ള ഒരു സംരക്ഷണം അവർക്ക് അനുഭവിക്കാനായത് എന്ന സവിശേഷത ഈ സന്ദർഭത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. CV ജിന്ന അധ്യക്ഷത വഹിച്ചു. MB ബഷീർ സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ VA സക്കീർ ഹുസൈൻ, വൈസ് ക്യാപ്റ്റൻ TV രാജൻ, സംസ്ഥാന ഫെഡറേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഞങ്ങൾ ഈ മുദ്രാവാക്യം ഉയർത്തി സമരരംഗത്തേക്ക് വരുമ്പോൾ ഞങ്ങളെ വിമർശിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൊഴിലാളികളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ 10 കൊല്ലം എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? 10 കൊല്ലം എവിടെ? നിങ്ങൾ 10 കൊല്ലം എവിടെയായിരുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നവർ 10 കൊല്ലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നു എന്നുള്ള നിലയിലാണെങ്കിൽ അത് തെറ്റാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 2 വട്ടം മീറ്റർ ചാർജ് പുതുക്കി നിശ്ചയിച്ചു. ഏറ്റവും ഒടുവിൽ മീറ്റർ ചാർജ് പുതുക്കി നിശ്ചയിച്ചത് 2022-ലാണ്. 2022 ഏപ്രിൽ മാസം പുതുക്കി നിശ്ചയിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുമ്പാകെ ഓട്ടോ ടാക്സി ഫെഡറേഷൻ മുന്നോട്ട് വെച്ച ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഒരു കമ്മീഷൻ നിയോഗിച്ചുകൊണ്ടാണ്. രാമചന്ദ്രൻ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓട്ടോ ചാർജ് പുതുക്കി നിശ്ചയിച്ചത്. അപ്പൊ നിങ്ങൾ 10 കൊല്ലം എവിടെ പോയി എന്ന ചോദ്യം ചോദിക്കുന്നവർ ഈ സന്ദർഭത്തിൽ അവർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾ ഏതാണ്ട് കൊടിയുമായിട്ട് ഇറങ്ങി എന്ന നിലയിലാണ്. അല്ല, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിലും LDF ഗവൺമെന്റ് തന്നെയായിരുന്നുവെങ്കിലും ഞങ്ങൾ ഈ സമരവുമായി ഇറങ്ങും. കാരണം ഇപ്പോഴുണ്ടായ പ്രത്യേക സാഹചര്യമാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. എന്താ പ്രത്യേക സാഹചര്യം? പെട്രോളിനും ഡീസലിനും വില കൂടി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.